Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആദ്യം ഓപ്പൺ കോഴ്സ് എക്സാം ആണ് നടക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ്. ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങൾ, പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങൾ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കോമ്പോണൻസ് ഓഫ് ലൈഫ് സ്കിൽ ഉണ്ട്. അതിൽ WHO പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് നോക്കണം. എക്സ്പ്ലെയിൻ ദ 10 components of life skill laid down by WHO. ഇത് റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ. ചില സമയത്ത് ഇത് SCക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ നിർബന്ധമായും പഠിക്കുക. അതാണ് ആദ്യത്തെ ഒരു സജഷൻ നൽകാനുള്ളത്. നെക്സ്റ്റ് നെസസിറ്റീസ് ഓഫ് അത് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് നെസസിറ്റീസ് ഓഫ് ലൈഫ് സ്കിൽ ട്രെയിനിങ് നിർബന്ധമായി നോക്കുക. അതുപോലെ തന്നെ ലൈഫ് സ്കിൽസ് ഫോർ സെൽഫ് മാനേജ്മെന്റ് മറ്റൊരു ചോദ്യമാണ്. ലൈഫ് സ്കിൽസ് ഫോർ സെൽഫ് മാനേജ്മെന്റ് നോക്കിയിരിക്കണം. നെക്സ്റ്റ് കരിയർ ഇൻഫർമേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം പലപ്പോഴും കാണാറുണ്ട്. അതിൻ്റെ സോഴ്സസ് നോക്കിയിരിക്കണം. ചില സമയത്ത് അത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാറുള്ളതാണ്. വാട്ട് ആർ ദ various sources of career information available for the individuals. നിർബന്ധമായും പഠിക്കുക. റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ. ഒന്നെങ്കിൽ 2 മാർക്സ്, അതല്ലെങ്കിൽ 5 മാർക്സിൽ വരാറുണ്ട്. ഇനി മറ്റൊരു റിപ്പീറ്റ് ചോദ്യം 2 മാർക്സിലും വരാറുണ്ട്, 5 മാർക്സിലും വരാറുള്ളതാണ്. ഡിഫൈൻ ഇമോഷണൽ കോഷ്യൻ. ഞാൻ EQ എന്ന് എഴുതാനുള്ളൂ. EQ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ പേഴ്സണൽ ഗ്രോത്ത്. അതുപോലെ തന്നെ സോഷ്യൽ കോഷ്യൻ്റ് SQ, അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ EQ അതുപോലെ തന്നെ SQ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ വരാറ്. അതാണ് മറ്റൊരു ചോദ്യം. നെക്സ്റ്റ് ഗോൾ സെറ്റിങ്ങിനെ പറ്റിയിട്ട് 2 മാർക്സിലും ചോദിക്കാറുണ്ട്, 5 മാർക്സിലും ചോദിക്കാറുണ്ട്. ഹൗ ഡസ് goal setting contribute to personal growth and development. Okay, അതാണ് മറ്റൊരു ചോദ്യം. ഇനി കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനെ പറ്റിയിട്ട് അതിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജസ് രണ്ടും ഒന്ന് തന്നെ. ഇൻ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഓക്കെ. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം റിപ്പീറ്റ് ആണ്. എന്താണ്
കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ബാരിയേഴ്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായി നോക്കേണ്ട മറ്റൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് റിക്വയർഡ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് റിക്വയർഡ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നോക്കിയിരിക്കണം. പിന്നെ കരിയർ പ്ലാനിങ്ങിനെ പറ്റിയിട്ട് എന്താണ് കരിയർ പ്ലാനിങ്, അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് നോക്കി വയ്ക്കണം. എക്സ്പ്ലെയിൻ ഇറ്റ്സ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. Then next, explain the techniques for facing interview confidently. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം. ഈസി കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. അതുപോലെ തന്നെ ഒരു ജോബിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഡിഫറെൻറ്റ് പ്രോസസ് ഇൻ അപ്ലൈയിങ് ഫോർ എ ജോബ്, ഡിഫറെൻറ്റ് പ്രോസസ് ഇൻ അപ്ലൈയിങ് ഫോർ എ ജോബ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനെല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്, ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. സോ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്കിന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. അതിലിപ്പോൾ ആദ്യം കോമ്പോണൻസ്, 10 കോമ്പോണൻസ് ഓഫ് ലൈഫ് സ്കിൽ ലേഡ് ഡൗൺ ബൈ WHO, നെസസിറ്റീസ് ഓഫ് ലൈഫ് സ്കിൽ ട്രെയിനിങ്, അതുപോലെ തന്നെ സെൽഫ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട്, സോഴ്സസ്, കരിയർ ഇൻഫർമേഷൻ്റെ EQ ഗോൾ സെറ്റിങ്, പിന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, കമ്മ്യൂണിക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ, കരിയർ പ്ലാനിങ്, അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെൻറ്റ് നോക്കണം. കരിയർ ഡെവലപ്മെൻറ്റ് എന്താണെന്നും കൂടി നോക്കണം. പിന്നെ ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാം കോൺഫിഡൻ്റ്ലി, പിന്നെ ഒരു ജോബിനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്ന സ്റ്റേജസ്, പ്രോസസ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ ഇത് മാത്രമല്ലാണ്ട് ചില സമയത്ത് 2 മാർക്സിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എടുത്ത് മാറ്റാറുണ്ട്. ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ 2 മാർക്സിൽ ചോദിക്കാറുള്ളതാണ്, അത് ഇങ്ങോട്ട് മാറ്റാറുണ്ട്. പോസിറ്റീവ് തിങ്കിങ്ങിനൊക്കെ പറ്റിയുള്ളത്. അപ്പോൾ നമ്മൾ 2 മാർക്സിൽ അത് എക്സ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൺസെപ്റ്റ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചോളും. സോ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ദെൻ പിന്നെ ഇത്. സോ ഇനി ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.